വാർത്തകളിലേക്ക്. തെരുവ് നായ്ക്കളുടെ ദയാവധത്തിൽ സർക്കാർ തീരുമാനം ഹൈക്കോടതി മരവിപ്പിച്ചു. പോരായ്മകൾ പരിഹരിക്കാൻ നിർദ്ദേശിച്ച് മറ്റൊരു ഉത്തരവുണ്ടാകും വരെയാണ് തീരുമാനം നടപ്പാക്കുന്നത് നീട്ടിവെച്ചത്. മുജിതബ ചേരുന്നുണ്ട്. മുജിതബ, ഏത് വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ തീരുമാനം? സച്ചിൻ, തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച നടപടികളുടെ ഭാഗമായാണ് മൃഗങ്ങളെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നത്. മാത്രമല്ല, ഈ തെരുവുനായകളുടെ ആക്രമണം പെരുകുന്നതുമായി ബന്ധപ്പെട്ട് കീർത്തന സെരിൻ എന്ന് പറയുന്ന നിയമ വിദ്യാർത്ഥിനി നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിലുള്ള വാദം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ചില നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിൽ പറയുന്നതനുസരിച്ച് രോഗബാധിത തെരുവ് നായ്ക്കളെ ദയാവധം നടത്താനുള്ള തീരുമാനം നടപ്പാക്കുന്നത് തൽക്കാലം നീട്ടിവെക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേരത്തെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ മുൻ ഉത്തരവുകളുണ്ട്. ഒപ്പം തന്നെ 2023 നിലവിൽ വന്ന മൃഗജനന നിയന്ത്രണ ചട്ടവും ദയാവധം അനുവദിക്കുന്നില്ല എന്നാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ഇടക്കാല ഉത്തരവ്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ നടപടിയിലേക്ക് പോവുകയാണ്. പോരായ്മകൾ പരിഹരിച്ച് നിർദ്ദേശം മറ്റൊരു ഉത്തരവുണ്ടാകുന്നത് വരെ നടപ്പാക്കുന്നത് നീട്ടിവെക്കുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോടതി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജില്ലാതല സമിതി രൂപവൽക്കരിക്കുന്നതിന് കേരള ലീഗൽ സർവീസ് അതോറിറ്റി നടപടിയെടുക്കണം. ഒപ്പം തന്നെ മാർഗരേഖകൾ ഉണ്ടാക്കുകയും വേണം. തുടർച്ചയായ സിറ്റിംഗ് വേണം. സംസ്ഥാന പോലീസ് മേധാവിയെയും ദുരന്ത നിവാരണ അതോറിറ്റിയെയും ഈ കേസിൽ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്ത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയതാണ്. അതായത് എത്ര കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള വിശദമായ കണക്കറിയിക്കാൻ പോലീസിനോടും കോടതി നിർദ്ദേശിച്ചിരുന്നു. ശരി.